കഥയെ ആരംഭിക്കുന്നത് ഡെയ്ഗോ കാഗമിറ്റ്സു നയിക്കുന്ന കറുത്ത വംശജരുടെ സൈന്യവും കനിയാമ നയിക്കുന്ന ചുവന്ന വംശജരുടെ സൈന്യവും തമ്മിലുള്ള യുദ്ധത്തോടെയാണ്. ചുവന്ന വംശജരുടെ സൈന്യം യുദ്ധത്തിൽ വിജയം കൈവരിച്ചു. യുദ്ധത്തിൽ പരാജയപ്പെടുകയും മാരകമായി പരിക്കേൽക്കുകയും ചെയ്ത ഡെയ്ഗോ കാഗമിറ്റ്സു 48 ഡീമൻ വിഗ്രഹങ്ങളുള്ള ഒരു നരകക്ഷേത്രത്തിലേക്ക് പോയി. നമുക്ക് ഡീമൻസിനെ അസുരന്മാരെന്നും വിളിക്കാം. ഡീമൻസുമായി ഒരു കരാറിലേർപ്പെടുക എന്നതായിരുന്നു ഡെയ്ഗോയുടെ ലക്ഷ്യം. യുദ്ധത്തിൽ തന്റെ പിതാവും സഹോദരന്മാരും കനിയാമയുടെ സൈന്യത്താൽ കൊല്ലപ്പെട്ടുവെന്നും തന്റെ വംശപരമ്പരകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ഗോത്രവും തുടച്ചു നീക്കുമെന്ന് താൻ ഭയപ്പെടുന്നുവെന്നും ഡീമൻസിന് മുമ്പിൽ അവൻ വെളിപ്പെടുത്തി. അതിനാൽ കനിയാമയെ പരാജയപ്പെടുത്താനും ജപ്പാൻ ദേശം കീഴടക്കാനും തനിക്ക് ശക്തി നൽകണം എന്ന് ഡെയ്ഗോ ഡീമൻസിനോട് ആവശ്യപ്പെട്ടു. ആ നിമിഷത്തിൽ ഭയന്നുപോയ ഡെയ്ഗോയുടെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ ഒരു എലി ഇരു പകുതിയായി മുറിഞ്ഞുപോയി. ആ എലി യഥാർത്ഥത്തിൽ ഒരു ഡീമനായിരുന്നു. ഡെയ്ഗോയുടെ ആഗ്രഹം സാധിച്ചു തരാം എന്ന് പറഞ്ഞ് ആ ഡീമൻ സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ അതിന് പകരമായി തന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിലുള്ള മകനെ ഡെയ്ഗോ അസുരന്മാർക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. ഡെയ്ഗോയുടെ മകൻ ജനിക്കുമ്പോൾ അവന്റെ ശരീരത്തിലെ 48 ഭാഗങ്ങളുണ്ടാവില്ല. അത് അസുരന്മാർ കൊണ്ടുപോകും. അതിമോഹിയായ ഡെയ്ഗോ ആ വ്യവസ്ഥക്ക് സമ്മതിച്ചു. ആ സമയത്ത് മുദ്രകളൊന്നും ഇല്ലാതിരുന്നതിനാൽ ആ ഡീമൻ അഥവാ അസുരൻ തന്റെ പേര് ഡെയ്ഗോയുടെ നെറ്റിയിൽ രേഖപ്പെടുത്തി. അതിനുശേഷം ഡെയ്ഗോ പുരോഹിതനെ കണ്ടു. ക്രൂരമായി ഈ കരാറുമായി മുന്നോട്ടു പോകരുതെന്ന് പുരോഹിതൻ ഡെയ്ഗോയെ ഉപദേശിച്ചു. എന്നാൽ ഡെയ്ഗോ അത് അവഗണിക്കുകയും പകരം ആ പുരോഹിതനെ കൊലപ്പെടുത്തുകയുമായിരുന്നു ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം മരുഭൂമിയിലൂടെ അലഞ്ഞുതിരിഞ്ഞ് ഒടുവിൽ ഒരു മദ്യശാലയിൽ എത്തിച്ചേരുന്ന ഹാക്കിമാരു എന്ന് വിളിപ്പേരുള്ള ഒരു മനുഷ്യനെ നമ്മൾ പരിചയപ്പെടുന്നു. അവിടെ വെച്ച് കൈരേഖ നോക്കുന്നതിൽ വിദഗ്ധനായ ഒരു ജ്യോത്സ്യൻ ഹാക്കിമാരുവിന്റെ പ്രവചനങ്ങൾ നടത്താമെന്ന് പറഞ്ഞു. എന്നാൽ ഹാക്കിമാരുവിന്റെ ഉള്ളംകൈ കണ്ടയുടൻ ആ ജ്യോത്സ്യൻ ഞെട്ടിപ്പോയി. കാരണം അവന്റെ കൈ ഒരു സാധാരണ മനുഷ്യന്റേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. യാദൃച്ഛികമായി ആ സമയത്ത് മുഖം മൂടി ധരിച്ച ഒരു സ്ത്രീ വേദിയിൽ നൃത്തം ചെയ്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. എന്തോ അസ്വാഭാവികത തോന്നിയ ഹാക്കിമാരു വേദിക്കരികിലേക്ക് നീങ്ങി. എന്നാൽ മദ്യശാലയിലെ കാവൽക്കാർ അവനെ ആക്രമിക്കുകയും അതിനിടയിൽ ഒരു കാവൽക്കാരന്റെ വെട്ടേറ്റ് ഹാക്കിമാരുവിന്റെ കൈ അബദ്ധത്തിൽ മുറിഞ്ഞുപോവുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ഹാക്കിമാരുവിന്റെ ശരീരത്തിൽ നിന്ന് ചോരയൊഴുകിയതേയില്ല. പകരം അവൻ തന്റെ ആ കൈ തന്നെ മുറിച്ചു മാറ്റി. അവന്റെ കൈക്കുള്ളിൽ ഒരു വാളുണ്ടായിരുന്നു. അത് വെളിപ്പെട്ടു. തുടർന്ന് ഹാക്കിമാരു ആ മുഖം മൂടി ധരിച്ച സ്ത്രീയെ ആക്രമിക്കാൻ തുടങ്ങി. തൊട്ടു പുറകെ ആ സ്ത്രീയുടെ യഥാർത്ഥ രൂപം വെളിപ്പെട്ടു. ആ സ്ത്രീ യാഥാർത്ഥ്യത്തിൽ ഒരു ഞണ്ടിന്റെ രൂപത്തിലുള്ള ഒരു ഡീമനായിരുന്നു, അഥവാ അസുരനായിരുന്നു. ഹാക്കിമാരു ഡീമനുമായി ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു സഞ്ചി നിറയെ പണം മോഷ്ടിച്ചോടുന്ന അജ്ഞാതനായ ഒരു കള്ളനെ നമ്മൾക്ക് നോക്കിക്കാണാം. ആ കള്ളൻ മദ്യശാലയിലേക്ക് ഓടിക്കയറുകയും അവിടെ നടക്കുന്ന പോരാട്ടം കണ്ട് വല്ലാതെ ഞെട്ടിപ്പോവുകയും ചെയ്തു. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഹാക്കിമാരു ആ അസുരനെ കൊന്നു. അതിനുശേഷം അയാൾ തന്റെ കൈ വീണ്ടും ശരീരത്തോട് കൂട്ടിച്ചേർത്തു. ആ കാഴ്ച ആ കള്ളനെയും പണം നഷ്ടപ്പെട്ടയാളെയും ഒരുപോലെ ഭയപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, പെട്ടെന്ന് ഹാക്കിമാരുവിന്റെ ഒരു കാൽ വേർപ്പെടുകയും അവന് കഠിനമായ വേദന അനുഭവപ്പെടുകയും ചെയ്തു. അത് കണ്ടതും കള്ളനും പണം നഷ്ടപ്പെട്ടയാളും കൂടുതൽ പരിഭ്രാന്തരായി. എന്നാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഹാക്കിമാരുവിന്റെ കൃത്രിമക്കാൽ പൊടിയായി മാറുകയും പകരം അവിടെ ഒരു യഥാർത്ഥ കാൽ മുളച്ചു വരികയും ചെയ്തു. ഈ സംഭവത്തിന് സാക്ഷിയായ ശേഷം ആ കള്ളൻ എപ്പോഴും ഒരു ഗിറ്റാറും ചുമന്ന് നടക്കുന്ന ഇടയനായൊരു മുത്തശ്ശനെ കണ്ടുമുട്ടി. ഹാക്കിമാരുവിനെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. ആ സമയമാണ് ഹാക്കിമാരുവിനെ കുറിച്ച് തനിക്കെല്ലാം അറിയാമെന്ന് ആ മുത്തശ്ശൻ പറയുന്നത്. അദ്ദേഹം അവന്റെ കഥ പറയാൻ ആരംഭിച്ചു. വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു മന്ത്രവാദി മീൻ പിടിക്കുന്നതിനിടയിൽ ആറ്റിലൂടെ ഒരു കുട്ട ഒഴുകി വരുന്നത് കണ്ടു. കൗതുകം തോന്നിയ അയാൾ ആ കുട്ടയെടുത്തു. അതിനുള്ളിൽ ശരീരത്തിന്റെ 48 ഭാഗങ്ങൾ നഷ്ടപ്പെട്ട ഒരു ആൺകുഞ്ഞുണ്ടായിരുന്നു. അത് കണ്ടതും അദ്ദേഹം ഞെട്ടിപ്പോയി. കുട്ടിയോട് അലിവ് തോന്നിയ മന്ത്രവാദി ആ കുഞ്ഞിനെ വളർത്തി. അങ്ങനെ അദ്ദേഹം ഹാക്കിമാരുവിന്റെ വളർത്തുപിതാവായി. തന്റെ രോഗശാന്തി വിദ്യകളും മന്ത്രശക്തിയും ഉപയോഗിച്ച് യുദ്ധത്തിൽ മരിച്ച കുട്ടികളുടെ ശരീരഭാഗങ്ങൾ ആ മന്ത്രവാദി ശേഖരിച്ചു. ആ ശരീരഭാഗങ്ങൾ പ്രത്യേകം സംസ്കരിച്ച് ഹാക്കിമാരുവിന് ആവശ്യമുള്ള ഹൃദയം, കൈകാലുകൾ തുടങ്ങി നിരവധി അവയവങ്ങളായി അദ്ദേഹം മാറ്റി. എല്ലാം പിന്നീട് ഹാക്കിമാരുവിന്റെ ശരീരത്തിലേക്ക് ഘടിപ്പിച്ചു. ശേഷം മന്ത്രവാദിക്കൊടുവിൽ അവനുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞു. ഹാക്കിമാരു അപ്പോഴും ഒരു കുഞ്ഞായിരുന്നുവെങ്കിലും അവനെന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ആ മന്ത്രവാദിക്ക് അറിയാമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇടയനായ ആ മുത്തശ്ശൻ മന്ത്രവാദിയുടെ വീട്ടിലെത്തി. ആ മുത്തശ്ശൻ മന്ത്രവാദിയോട് പറഞ്ഞു, ഏതോ ഒരു ശക്തി എന്നെ വീട്ടിലേക്ക് നയിച്ചതുപോലെ തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഹാക്കിമാരുവിനെ കണ്ടപ്പോ ഹാക്കിമാരുവിന്റെ സാന്നിധ്യമാണ് തന്നെ അവിടെ എത്തിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മുത്തശ്ശൻ പിന്നാലെ ഒരു വാളെടുത്തു. തന്റെ കുടുംബത്തെ കൊന്ന കൊലയാളിയോട് പ്രതികാരം ചെയ്യാൻ ആ വാൾ അതിന്റെ നിർമ്മാതാവ് തന്റെ മുഴുവൻ പകയും ആവാഹിച്ച് നിർമ്മിച്ചതായിരുന്നു. മുത്തച്ഛൻ ആ വാൾ
ഹാക്കിമാരുവിന് നൽകി. എന്നാൽ ഹാക്കിമാരു അപ്പോഴും ഒരു കുഞ്ഞായതിനാൽ അവൻ വളരുമ്പോൾ അതവന്റെ ശരീരത്തിലേക്ക് ഘടിപ്പിച്ചു നൽകാനായിരുന്നു മന്ത്രവാദി തീരുമാനിച്ചത്. വർഷങ്ങൾക്ക് ശേഷം ഹാക്കിമാരു ശക്തനായ ഒരു കുട്ടിയായി വളർന്നു. മന്ത്രവാദിയെ തന്റെ പരിശീലകനും പിതാവുമായി കണ്ട് അവൻ ദിവസവും വാൾപ്പയറ്റ് പരിശീലിച്ചു. ഹാക്കിമാരുവിന് കാണാനോ കേൾക്കാനോ കഴിയില്ലായിരുന്നുവെങ്കിലും തന്റെ ശക്തമായ മനസ്സുകൊണ്ട് ചുറ്റുമുള്ളതെല്ലാം മനസ്സിലാക്കാൻ അവന് സാധിച്ചിരുന്നു. വർഷങ്ങൾ പിന്നിട്ടു. ഹാക്കിമാരു വളർന്നപ്പോ മന്ത്രവാദി രോഗബാധിതനായി തറയിൽ കിടക്കുന്നത് അവൻ കണ്ടു. താൻ പഠിച്ച രോഗശാന്തി വിദ്യകൾ ഉപയോഗിച്ച് മന്ത്രവാദിയെ സുഖപ്പെടുത്താം എന്ന് ഹാക്കിമാരു പറയുന്നുണ്ടെങ്കിലും മരണത്തെ ആഗ്രഹിച്ചിരുന്ന മന്ത്രവാദി അത് നിരസിച്ചു. തുടർന്ന് ഒരു യുദ്ധപ്രഭവും തന്റെ പക്കലുള്ള അമരത്വം നേടാനുള്ള വിദ്യകൾ കൈക്കലാക്കരുത് എന്നാഗ്രഹിച്ച അദ്ദേഹം തന്റെ വീടും മന്ത്രപുസ്തകങ്ങളും കത്തിച്ചു കളയാൻ ഹാക്കിമാരുവിനോട് ആവശ്യപ്പെട്ടു. പൂർണ്ണമായി മരിക്കുന്നതിന്റെ തൊട്ടുമുമ്പ് മന്ത്രവാദി ആ പ്രതികാരവാൾ ഹാക്കിമാരുവിന്റെ കയ്യിലേക്ക് ഘടിപ്പിച്ചു നൽകി. താൻ അവന്റെ ജന്മം നൽകിയ പിതാവല്ലെന്ന സത്യം അദ്ദേഹം വെളിപ്പെടുത്തി. മന്ത്രവാദിയിൽ നിന്നും കുറെ കാര്യങ്ങൾ അവൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ മരണശേഷം ഹാക്കിമാരു അദ്ദേഹത്തിന്റെ കൽപ്പന നടപ്പിലാക്കി വീടിന് തീയിട്ടു. പിറ്റേന്ന് രാവിലെ ഹാക്കിമാരു അവിടെ നിന്നും പുറപ്പെടാനൊരുങ്ങി. ആ സമയം അവന്റെ ശരീരഭാഗങ്ങൾ 48 അസുരന്മാർക്ക് വിറ്റിട്ടുണ്ടെന്നും അവർ അതുപയോഗിച്ച് ജനങ്ങളെ ഉപദ്രവിക്കുകയാണെന്നും ഒരു ശബ്ദം അവൻ പെട്ടെന്ന് കേട്ടു. അവന്റെ കയ്യിലെ പ്രതികാരവാൾ ഉപയോഗിച്ച് ആ ഡീമൻസിനെ കണ്ടെത്തി കൊല്ലാനും ആ നിഗൂഢ ശബ്ദം അവനോട് ആവശ്യപ്പെട്ടു. ഓരോ ഡീമനെയും കൊന്നുതീരുമ്പോ അവന്റെ നഷ്ടപ്പെട്ട ശരീരഭാഗങ്ങൾ അവന് തിരികെ ലഭിക്കുമെന്നും ആ ശബ്ദം പറയുന്നുണ്ടായിരുന്നു. അത്രയും പറഞ്ഞ ശേഷം ഹാക്കിമാരു ഇപ്പോൾ മൂന്നാമത്തെ അസുരനെയാണ് കൊന്നതെന്ന് ആ ഇടയൻ മുത്തശ്ശൻ കള്ളനടുക്കൽ വെളിപ്പെടുത്തി. ഹാക്കിമാരു ഇപ്പോൾ കൊന്ന ആ ഞണ്ട് ഒരു ഡീമനായിരുന്നു. ആ ഡീമനാണ് അവന്റെ കാൽ അപഹരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ ഡീമനെ കൊന്നപ്പോ അവന്റെ കാൽ വളർന്നു വന്നതും. ഹാക്കിമാരുവിന്റെ ജീവിതകഥ കേട്ടതും അത് വളരെ സവിശേഷമായി തോന്നിയതുകൊണ്ട് അവനെ പിന്തുടരാൻ ആ കള്ളൻ തീരുമാനിച്ചു. അങ്ങനെ ആ കള്ളൻ ഹാക്കിമാരുവിനെ രഹസ്യമായി പിന്തുടരാൻ തുടങ്ങി. പക്ഷേ ഹാക്കിമാരു വളരെ പെട്ടെന്ന് കള്ളന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. അവൻ പിടിക്കപ്പെട്ടു. അവിടെ നിന്ന് പോകാൻ അവനോട് ആവശ്യപ്പെടുകയും ഹാക്കിമാരു ചെയ്തു. ആ കള്ളൻ യാഥാർത്ഥ്യത്തിൽ ഒരു ആൺകുട്ടിയുടെ രൂപത്തിൽ ആൺകുട്ടിയായി നടിക്കുകയായിരുന്നു. പക്ഷേ അതൊരു പെൺകുട്ടിയാണെന്ന് ഹാക്കിമാരുവിന് ഉറപ്പുണ്ടായിരുന്നു. ഹാക്കിമാരുവിന് മുമ്പിൽ ഒടുവിൽ തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തേണ്ട അവസ്ഥ ആ പെൺകുട്ടിക്ക് വന്നു. ആ കള്ളന് വന്നു. തുടർന്നവൾ ഹാക്കിമാരുവിന്റെ പേര് ചോദിച്ചു. തനിക്ക് ഹാക്കിമാരു എന്ന് ഒരു വിളിപ്പേരുണ്ട് എന്നവൻ മറുപടി നൽകി. കള്ളനായ ആ പെൺകുട്ടിക്ക് സ്വന്തമായി പേരുണ്ടായിരുന്നില്ല. അവൾ ഡൊറോറോ എന്നായിരുന്നു തന്റെ പേര് സ്വീകരിച്ചത്. ഒടുവിൽ അവൾ തന്റെ ആഗ്രഹം പറഞ്ഞു. ഡീമൻസിനെയൊക്കെ കൊന്നുകഴിയുമ്പോ ഹാക്കിമാരുവിന്റെ കയ്യിലെ ആ പ്രതികാരവാൾ അവൾക്ക് വേണം. അതാണ് അവളുടെ ആഗ്രഹം. അങ്ങനെ അവർ ഒന്നിച്ച് യാത്ര തുടങ്ങി. ഇരുവരും നദീതീരത്ത് വിശ്രമിക്കുമ്പോ പെട്ടെന്നൊരു ഭീമൻ കുഞ്ഞ് അവരുടെ അരികിൽ പ്രത്യക്ഷപ്പെട്ടു. ആ വിചിത്ര ജീവി അവരെ കത്തിനശിച്ച് ഒരു അനാഥാലയത്തിലേക്ക് നയിച്ചു. അവിടെ വെച്ച് ഹാക്കിമാരു ഡൊറോറോയോട് പറഞ്ഞു, ദയനീയമായി മരണമടഞ്ഞ കുട്ടികളുടെ ആത്മാക്കളിൽ നിന്നാണ് ഈ ഭീമൻ കുഞ്ഞ് രൂപം പൂണ്ടിരിക്കുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോ തങ്ങളുടെ കുട്ടികളുടെ ആത്മാവിനായി പ്രാർത്ഥിക്കാൻ വന്ന ഒരു ദമ്പതികളെ അവർ കണ്ടുമുട്ടി. യുദ്ധപ്രതിസന്ധി കാരണം കുട്ടികളെ വളർത്താൻ സാമ്പത്തികമായി കഴിയാത്തതിനാലായിരുന്നു തങ്ങൾക്കും ഈ ഗ്രാമത്തിലെ മറ്റ് താമസക്കാർക്കും കുട്ടികളെ ഈ അഭയകേന്ദ്രത്തിൽ ഉപേക്ഷിക്കേണ്ടി വന്നത് എന്ന് ആ ദമ്പതികൾ ഏറ്റുപറഞ്ഞു. അവരുടെ പ്രദേശം എപ്പോഴും സ്വേച്ഛാധിപത്യപരമായി പെരുമാറുന്ന ഡെയ്ഗോ വംശത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. അതുകൊണ്ടായിരുന്നു അവർക്കത്തരത്തിൽ പ്രവർത്തിക്കേണ്ടി വന്നത്. എന്നിരുന്നാലും ആ ഗ്രാമത്തിലെ മാതാപിതാക്കളുടെ പ്രവൃത്തിയിൽ ഡൊറോറയ്ക്ക് കടുത്ത നിരാശ തോന്നി. ജീവിതം എത്ര തന്നെ കഠിനമാണെങ്കിലും സ്വന്തം കുട്ടികളെ അവർ തന്നെ നോക്കേണ്ടതായിരുന്നു എന്നായിരുന്നു അവൾ വാദിച്ചത്. തുടർന്ന് ഡൊറോറയും ഹാക്കിമാരുവും തങ്ങളുടെ യാത്ര തുടർന്നു. എന്നാൽ ഗ്രാമം വിടുന്നതിന് മുമ്പ് സബാമ എന്ന പേരുള്ള ഒരു മനുഷ്യനെ അവർ കണ്ടുമുട്ടി. അവൻ അവർക്ക് വിശ്രമിക്കാൻ ഒരിടം വാഗ്ദാനം ചെയ്തു. അവരത് സ്വീകരിക്കുകയും ഒരു ഭാര്യയും 7 ഇരട്ട പെൺമക്കളുമുള്ള സബാമയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അത്താഴത്തിനു ശേഷം അവർക്കുറങ്ങാനായി ഒരു കിടപ്പുമുറി നൽകി. എന്നാൽ അവിടെ വെച്ച് ഡൊറോറയ്ക്ക് എന്തോ അസ്വാഭാവികത അനുഭവപ്പെട്ടു. കാരണം സബാമയുടെ പെരുമാറ്റം വളരെയധികം വിചിത്രമായിരുന്നു. ഡൊറോറോ ഉറക്കത്തിലേക്ക് വീഴുമ്പോ ആ കുട്ടികൾ പച്ച നിറത്തിലുള്ള പുഴുക്കളായി മാറി. ആ കുട്ടികൾ അത്രയും ഡീമൻസ് ആയിരുന്നു. ആ 7 അസുര പുഴുക്കളും ചേർന്ന് ഡൊറോറയെ തിന്നാൻ ശ്രമിച്ചു. എന്നാൽ അവ കടിക്കുന്നതിന് മുമ്പ് തന്നെ ഹാക്കിമാരു അവയുടെയൊക്കെ തലവെട്ടി വീഴ്ത്തി. അതിനുശേഷം ഇരുവരും ആ കമ്പിളിപ്പുഴു ഡീമൻസിന്റെ കൂട് തേടി ഒരു ഭൂഗർഭ അറയിലേക്ക് ഇറങ്ങി. അവിടെ അവർ ഡസൻ കണക്കിന് ഡീമൻ കൂടുകളും മനുഷ്യന്റെ അസ്ഥികൂടങ്ങളും കണ്ടെത്തി. അതിൽ നിന്നും സബാമ
സബാമയുടെ ഭാര്യ ഒരു ചിത്രശലഭ ഡീമനാണ് എന്ന് ഹാക്കിമാര് തിരിച്ചറിഞ്ഞു. അതേസമയം ആ അഭയകേന്ദ്രത്തിൽ മരിച്ച കുട്ടികൾ യഥാർത്ഥത്തിൽ തീപിടുത്തത്തിൽ മരിച്ചവരായിരുന്നില്ല, മറിച്ച് ഈ ചിത്രശലഭാസുരന്റെ മക്കൾ അവരെ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ തിന്നു തീർത്തതായിരുന്നു. കാര്യങ്ങൾ അപ്പോഴാണ് ഒന്നുകൂടി വ്യക്തമായത്. അഭയകേന്ദ്രത്തിൽ മാതാപിതാക്കൾ കുട്ടികളെ വിട്ടു. ആ അനാഥാലയത്തിൽ നിന്നും കുട്ടികളെ ഈ ഡീമൻ കൊന്നു തീർത്തു. ആ കൊല്ലപ്പെട്ട കുട്ടികളുടെ ആത്മാവിന്റെ പ്രതിരൂപത്തിനെയാണ് വലിയൊരു കുട്ടിയുടെ രൂപത്തിൽ ഹാക്കിമാരുവും ഡൊറോറോയും കണ്ടത്. ഹാക്കിമാരു പിന്നാലെ ഉടൻ തന്നെ സബാമയെയും അയാളുടെ ഭാര്യയെയും കാണാൻ പോയി. എന്നാൽ സബാമെ ഹാക്കിമാരുവിനോട് പോരാടി തന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. നിർഭാഗ്യവശാൽ സബാമയെ കരുതിയതുപോലെയല്ലായിരുന്നു അവന്റെ ഭാര്യയുടെ മനോഭാവം. അവൾ മനഃപൂർവ്വം സബാമയെയും ഹാക്കിമാരുവിനെയും ഒരുമിച്ച് വകവരുത്താൻ ശ്രമിച്ചു. ഭാഗ്യവശാൽ ഹാക്കിമാരുവിന്റെ ശരീരത്തിന് സ്വയം പുനരുജ്ജീവിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അത്ര എളുപ്പത്തിൽ മരിക്കുന്നില്ല. തന്റെ യഥാർത്ഥ രൂപം പുറത്തായതോടെ ആ ചിത്രശലഭ അസുരൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഗ്രാമവാസികൾ അത് നോക്കിക്കണ്ടു. ഭാഗ്യവശാൽ മരിച്ച കുട്ടികളുടെ ആത്മാക്കൾ ഹാക്കിമാരുവിനെ സഹായിച്ചതുകൊണ്ട് ആ ചിത്രശലഭ ഡീമനെ വിജയകരമായി നശിപ്പിക്കാൻ അവന് സാധിച്ചു. ഡീമൻ കൊല്ലപ്പെട്ട് അധികം വൈകാതെ ഹാക്കിമാര് പെട്ടെന്ന് ചില ആന്തരികാവയവങ്ങൾ ഛർദ്ദിച്ചു. ആ ഡീമനായിരുന്നു അത് കവർന്നിരുന്നത്. അങ്ങനെ അവന്റെ ശരീരത്തിലേക്ക് യഥാർത്ഥ ആന്തരികാവയവം തിരിച്ചെത്തി. ഗ്രാമവാസികൾ ഹാക്കിമാരുവിനോട് നന്ദിയുള്ളവരാകുന്നതിന് പകരം തങ്ങളുടെ കുട്ടികളെ തിന്ന ആ ഡീമനെ കൊന്നതിന് അവനൊരു ഡീമനായി മുദ്രകുത്തി അവിടെ നിന്ന് നാട്ടിയോടിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെയാണെങ്കിലും മറ്റ് ഡീമൻസിനെയും ഉടനെ തന്നെ വേട്ടയാടാൻ ഹാക്കിമാരും അവിടെ നിന്ന് പുറപ്പെട്ടു. ഡൊറോറോ അവന് ധൈര്യം നൽകി. അവിടെ നിന്നും ഇരുവരും ചേർന്ന് ഓരോ ഡീമൻസിനെയും തുടച്ചു നീക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. അടുത്തതായി അവർ കാർസൻ വൃക്ഷ ഡീമനെ നേരിട്ടു. ഹാക്കിമാരു അതിനെ കൊന്ന ശേഷം അവന്റെ കാതുകൾ തിരികെ ലഭിച്ചു. അവനിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഇരുവരും കുഴിയാനാസുരനെ നേരിട്ടു. അതിനെ വിജയകരമായി കൊന്നപ്പോ ഹാക്കിമാരുവിന് ശബ്ദം കിട്ടി. അങ്ങനെ ഹാക്കിമാരുവിന് സാധാരണ രീതിയിൽ സംസാരിക്കാൻ കഴിഞ്ഞു. അടുത്ത അസുരൻ ഒരു പക്ഷി അസുരനായിരുന്നു. ഇത്തവണത്തെ ഡീമൻ വളരെ ശക്തനായതുകൊണ്ട് ഹാക്കിമാരുവിന് കഠിനമായി പൊരുതേണ്ടി വന്നു. എന്നാൽ ഡൊറോറോയുടെ സഹായത്തോടെ ഒടുവിൽ ഹാക്കിമാരു ആ ഡീമനെയും കൊന്നു. പക്ഷെ ആ ഡീമൻ നശിക്കുന്നതിന് തൊട്ടുമുമ്പ് ഹാക്കിമാരുവിനൊരു സൂചന നൽകി. അവൻ കോപം കാട്ടേണ്ടത് ഡീമൻസിനോടല്ല, പകരം സ്വന്തം പിതാവിനോടാണെന്ന്. ഡീമൻ നശിപ്പിക്കപ്പെട്ടതോടെ ഹാക്കിമാരുവിന് തന്റെ വലതു കൈ തിരികെ ലഭിച്ചു. തുടർന്ന് ഇരുവരും യാത്ര തുടർന്നു. ഒടുവിൽ മുമ്പ് കനിയാമ, ഡെയ്ഗോ രാജ്യങ്ങളെ വേർതിരിച്ചിരുന്ന അതിർത്തി പ്രദേശത്ത് അവർ എത്തിച്ചേർന്നു. ദൂരെ നിന്നും അവർ ഡെയ്ഗോയുടെ കോട്ട നോക്കി കണ്ടു. ഡെയ്ഗോയുടെ സാമ്രാജ്യം നാൾക്കുനാൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് ഡൊറോറോ ഹാക്കിമാരുവിനോട് താൻ എന്തുകൊണ്ടാണ് പ്രതികാരവാൾ വേണമെന്ന് ആഗ്രഹിച്ചത് എന്നതിന്റെ കാരണം വെളിപ്പെടുത്തി. ഡെയ്ഗോയോടും അവന്റെ വംശത്തോടും അവൾക്ക് പ്രതികാരം ചെയ്യണം. ഡൊറോറോ ചെറുതായിരുന്നപ്പോൾ അവളുടെ ഗ്രാമവാസികളെ മുഴുവൻ രാജ്യദ്രോഹികളായി മുദ്രകുത്തി ഡെയ്ഗോ കൂട്ടക്കൊല ചെയ്തു. അതിൽ ഡൊറോറോയുടെ പിതാവും ഉൾപ്പെട്ടിരുന്നു. ആ കൂട്ടക്കൊലയിൽ ഡെയ്ഗോ തന്റെ പിതാവിനെ കൊല്ലുന്നത് ഡൊറോറോ നേരിട്ട് കണ്ടതാണ്. ഡൊറോറോയും അമ്മയും രക്ഷപ്പെടുന്ന കാര്യത്തിൽ വിജയിച്ചുവെങ്കിലും ആ സമയത്ത് അവളുടെ അമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. താൻ മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ ആ അമ്മ ജീവിതത്തെ നേരിടാൻ ശക്തനായ ഒരു ആൺകുട്ടിയായി ജീവിക്കാൻ ഡൊറോറോയെ ഉപദേശിച്ചു. ഇല്ലെങ്കിൽ അവൾ ഒരുപാട് കഷ്ടപ്പാടുകൾ സമൂഹത്തിൽ നേരിടും എന്ന് ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു. ഡൊറോറോയ്ക്ക് ജീവിത പങ്കാളിയാക്കാൻ അനുയോജ്യനായ ഒരു മനുഷ്യനെ കണ്ടെത്തുന്നവരെ അവളോട് കരയരുതെന്നും ആ അമ്മ ആവശ്യപ്പെട്ടു. അതവൾ ഇപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുകയാണ്. അടുത്ത ദിവസം ഹാക്കിമാരു ജോലി അന്വേഷിച്ച് നഗരത്തിലേക്ക് പോയി. അവിടെ വെച്ചൊരു കൂട്ടം ഗുണ്ടകൾ ഹാക്കിമാരുവിനെ സമീപിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു. എന്നാൽ അവർക്കതിന് കഴിയുന്നതിന് മുമ്പ് തന്നെ ഹാക്കിമാരു ആ ഗുണ്ടകളെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തല്ലിയൊതുക്കി. ഹാക്കിമാരുവിന്റെ ഈ അസാധാരണ മിടുക്ക് കണ്ട് തഹോമോരു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഹാക്കിമാരുവിന് തന്റെ അംഗരക്ഷകനാകാൻ ജോലി വാഗ്ദാനം ചെയ്തു. തഹോമോരു അവനെ തന്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് തഹോമോരു യഥാർത്ഥത്തിൽ ഡെയ്ഗോയുടെ മകനാണ് എന്ന കാര്യം വെളിപ്പെട്ടു. കൊട്ടാരത്തിലെത്തിയ തഹോമോരു ഹാക്കിമാരുവിനെ തന്റെ പിതാവിന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ പോകുന്ന വഴിയിൽ അവർ ആദ്യം തഹോമോരുവിന്റെ അമ്മയായ യൂറിയെ കണ്ടുമുട്ടി. യൂറി ഹാക്കിമാരുവിനെ കാണുമ്പോൾ പെട്ടെന്ന് കരയാൻ ആരംഭിച്ചു. കാരണം ഹാക്കിമാരു ധരിച്ചിരുന്നത് അവൾ തുന്നിയ വസ്ത്രമായിരുന്നു. ഹാക്കിമാരു യൂരിയുടെ കൈകളിൽ പിടിച്ചപ്പോ യൂരി തന്റെ അമ്മയും ഡെയ്ഗോ തന്റെ പിതാവുമാണെന്നൊരു ദർശനം അവന് ലഭിച്ചു. അപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അതായത് സിനിമയുടെ തുടക്കത്തിൽ ഡെയ്ഗോ അസുരന്മാരുമായുള്ള കരാർ
കരാറിനായി ബലി നൽകിയ കുഞ്ഞ് ഹാക്കിമാരുവായിരുന്നു. അതുകൊണ്ട് ഹാക്കിമാരു അവയവങ്ങളില്ലാതെ വൈകല്യങ്ങളോടെയായിരുന്നു ജനിച്ചത്. തീർച്ചയായും തന്റെ മകന്റെ ആ അവസ്ഥ സ്വീകരിക്കാൻ ഡെയ്ഗോ തയ്യാറായിരുന്നില്ല. അവൻ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ നല്ല അമ്മയായ യൂറി അതിന് വിസമ്മതിച്ചു. ഹാക്കിമാരുവിനെ നദിയിൽ ഒഴുക്കിവിടാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ നദിയിൽ ഒഴുക്കിയപ്പോഴാണ് മന്ത്രവാദിക്ക് അവനെ ലഭിക്കുന്നത്. ഹാക്കിമാരു തന്റെ മകനാണെന്ന് തിരിച്ചറിഞ്ഞതും യൂറി പെട്ടെന്ന് ബോധരഹിതയായി വീണു. അതേസമയം ഹാക്കിമാരു കൊട്ടാരം വിട്ടുപോകാനും തീരുമാനിച്ചു. ബോധം തിരിച്ചു കിട്ടിയ ശേഷം യൂറി ഡെയ്ഗോയോട് തങ്ങളുടെ മകൻ തിരിച്ചെത്തിയെന്ന് പറഞ്ഞു. യൂറി ഹാക്കിമാരുവിനെ തഹോമോരു എന്ന പേര് വിളിച്ചു. കാരണം ഹാക്കിമാരു ജനിക്കുന്നതിന് മുമ്പ് അവൾ അവനായി കരുതി വെച്ചിരുന്ന പേരതായിരുന്നു. എന്നാൽ ഡെയ്ഗോ ഹാക്കിമാരുവിനെ അംഗീകരിക്കാതിരുന്നതിനാൽ അവൻ ആ പേര് തന്റെ രണ്ടാമത്തെ കുട്ടിക്കിട്ടിരുന്നു. അവർ അറിയാതെ രണ്ടാമത്തെ മകനായ തഹോമോരു യൂറിയുടെ ഈ സംഭാഷണം കേൾക്കുന്നുണ്ടായിരുന്നു. ഡെയ്ഗോയുടെ അധികാരത്തിന് മുമ്പിൽ രണ്ട് അവകാശികൾ ഉണ്ടാവുന്ന കാര്യത്തിൽ അവനിൽ അസൂയ ഉണർന്നു. അടുത്ത അനന്തരാവകാശിയാണെന്ന് കരുതി വലിയ രീതിയിൽ ജീവിക്കുകയായിരുന്നു തഹോമോരു. ഹാക്കിമാരുവിന് ഇപ്പോൾ പൂർണ്ണമായ ശരീരം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഡെയ്ഗോ ഇപ്പോഴും അവനെക്കുറിച്ച് ചിന്തിക്കുന്നേയുണ്ടായിരുന്നില്ല. അതിനിടയിൽ ഡൊറോറോ നദീതീരത്ത് ചിന്തയിൽ ആണ്ടിരിക്കുന്ന ഹാക്കിമാരുവിനെ കണ്ടു. അവനടുക്കൽ അവൾ സംസാരിക്കാനെത്തി. അവിടെ വെച്ച് താൻ ഡെയ്ഗോയുടെ മകനായതുകൊണ്ട് ഇനി അവർക്കൊരുമിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് ഹാക്കിമാര് പറഞ്ഞു. ഡെയ്ഗോയെയും അവന്റെ വംശത്തെയും കൊല്ലുമെന്ന് ഡൊറോറ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ കൊന്നേക്കാൻ അവൻ അവളോട് ആവശ്യപ്പെട്ടു. ഡൊറോറോ ഉടൻ തന്നെ ഹാക്കിമാരുവിന്റെ ഹൃദയത്തിലേക്ക് കത്തിയിറക്കി. എന്നാൽ ഹാക്കിമാരുവിന് അതുവരെ ഹൃദയം തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കത്തി കുത്തിയിറക്കിയതിൽ യാതൊരു ബലവും ഉണ്ടായില്ല. അവന്റെ ആ ഭാഗം പെട്ടെന്ന് തന്നെ സുഖപ്പെട്ടു. ആ നിമിഷത്തിൽ ഇടയനായ മുത്തച്ഛൻ പ്രത്യക്ഷപ്പെടുകയും ഡെയ്ഗോ ഡീമൻസുമായി ഉണ്ടാക്കിയ കരാറിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുകയും ചെയ്തു. ഡെയ്ഗോയാണ് തന്റെ ജീവിതം ദുരിതപൂർണമാക്കിയതെന്നും മനസ്സിലാക്കിയ ഹാക്കിമാരു തന്റെ അച്ഛനായ ഡെയ്ഗോയെ കൊല്ലാൻ ഉറച്ചു. എന്നാൽ ഡൊറോറോ അവനെ തടഞ്ഞു. കാരണം എന്തു തന്നെയാണെങ്കിലും ഹാക്കിമാരു സ്വന്തം പിതാവിനെ കൊല്ലാൻ പാടില്ല എന്നാണ് അവൾ പറയുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോ ഹാക്കിമാരു നദീതീരത്തിരിക്കുകയായിരുന്നു. രണ്ടസുര നായ്ക്കൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ആ രണ്ട് നായ്ക്കളോടും പോരാടി. അത് രണ്ടും ഡീമൻസ് ആയിരുന്നു. അതിനെ കൊന്നതും അവന്റെ രണ്ട് കണ്ണുകളും അവന് തിരികെ ലഭിച്ചു. അവൻ ആദ്യമായി ഡൊറോറയുടെ രൂപം കണ്ടു. അവിടെ വെച്ച് ഡൊറോറോ കരഞ്ഞുകൊണ്ട് തന്റെ മനസ്സ് മാറിയെന്ന് വെളിപ്പെടുത്തി. തങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി അവൾ തന്റെ പ്രതികാര പ്രതിജ്ഞ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ സ്വന്തം പിതാവിനോട് പ്രതികാരം ചെയ്യില്ലെന്ന് ഹാക്കിമാരുവും പ്രോമിസ് ചെയ്തു. അടുത്ത ദിവസം ലോകം കീഴടക്കാൻ ഒരുപാട് സമയമെടുക്കുന്നത് എന്താണ് എന്ന തരത്തിൽ ഡെയ്ഗോ ആവലാതിപ്പെടുകയായിരുന്നു. തന്റെ പരാതി ഡീമന് മുമ്പിൽ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. ആ നിമിഷത്തിൽ ഒരു ഡീമൻ പ്രത്യക്ഷപ്പെട്ടു. ലോകം കീഴടക്കുന്നതിൽ ഡെയ്ഗോ പരാജയപ്പെടാൻ കാരണം ഹാക്കിമാരുവാണെന്ന് ആ ഡീമൻ അവനെ ധരിപ്പിച്ചു. അത് കേട്ട ഡെയ്ഗോ ഹാക്കിമാരുവിനെ കൊല്ലാൻ കോട്ടയിൽ നിന്നും പുറപ്പെട്ടു. അതേസമയം ഹാക്കിമാരുവും ഡൊറോറയും അതിർത്തിയിലെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് തഹോമാരുവും അവന്റെ 3 സഹായികളും ഹാക്കിമാരുവിനെ കൊല്ലാൻ പീരങ്കികളും പ്രയോഗിച്ച് അങ്ങോട്ടേക്ക് എത്തിയത്. തനിക്ക് കിട്ടേണ്ട അധികാരം ഹാക്കിമാരുവിന് എത്തിച്ചേരുമോ എന്ന ഭയത്താൽ അവനെ കൊല്ലാനായിരുന്നു തഹോമോരു എത്തിച്ചേർന്നത്. ആദ്യം തന്റെ സഹോദരനെതിരെ പോരാടാൻ ഹാക്കിമാരു ആഗ്രഹിച്ചതേയില്ല. എന്നാൽ സഹായികളും തഹോമോരുവും നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ പോരാടാൻ നിർബന്ധിതനായി. അബദ്ധത്തിൽ തഹോമോരുവിനെ കൊല്ലുകയും ചെയ്തു. പിന്നാലെ യൂറി അവിടെ എത്തി. തഹോമോരുവിന്റെ മരണത്തിൽ അത്യധികം വിലപിച്ചു. അധികം വൈകാതെ ഡെയ്ഗോയും അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. ഡെയ്ഗോ ഹാക്കിമാരുവിനെ കൊല്ലാൻ ആഗ്രഹിച്ചു. യൂറി ഡെയ്ഗോയുടെ കോപം തണുപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഡെയ്ഗോ ആകട്ടെ തന്റെ ഭാര്യയാണെന്നുള്ള കാര്യം പോലും ഓർക്കാതെ അവളെ കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. തന്റെ അമ്മ കൺമുമ്പിൽ കൊല്ലപ്പെടുന്നത് കണ്ട് ഹാക്കിമാറു കോപാകുലനായി. അവിടെ വെച്ച് അച്ഛനും മകനും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. ശക്തമായ ഏറ്റുമുട്ടൽ. ആ പോരാട്ടത്തിൽ ഹാക്കിമാരു ഡെയ്ഗോയെ പരാജയപ്പെടുത്തി. എന്നാൽ സ്വന്തം പിതാവായതിനാൽ ഡെയ്ഗോയെ കൊല്ലാൻ അവൻ വിസമ്മതിച്ചു നിന്നു. അതേസമയം ഡീമൻ തഹോമോരുവിന്റെ ശവശരീരത്തിൽ പ്രവേശിക്കുകയും ഡെയ്ഗോ തന്റെ ശരീരം വിട്ടു നൽകിയാൽ തഹോമോരുവിന്റെ ജീവൻ തിരികെ നൽകാമെന്ന് ഡെയ്ഗോയ്ക്കടുക്കൽ പറയുകയും ചെയ്തു. അധികാരം അസുരന്റെ കൈകളിൽ എത്തിയാൽ അത് രാജ്യത്തിന് വലിയ ദുരന്തമായിരിക്കും എന്ന് ഹാക്കിമാരു ഡെയ്ഗോക്ക് മുന്നറിയിപ്പ് നൽകി. മുന്നറിയിപ്പ് ലഭിച്ചിട്ടും അതിമോഹിയായ ഡെയ്ഗോ ഒടുവിൽ അസുരന്റെ വാഗ്ദാനം സ്വീകരിച്ചു. ഉടൻ തന്നെ ആ അസുരൻ ഡെയ്ഗോയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. ഉടൻ ഡെയ്ഗോയുടെ രൂപം ഭയാനകമായി മാറി. അതേസമയം തഹോമോരുവിന് ജീവൻ തിരിച്ചു കിട്ടി. അസുരരൂപിയായി മാറിയ
മാറിയ ഡെയ്ഗോ തുടർന്ന് കോട്ടയിലേക്ക് തിരികെ പോകാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അവിടെ എത്തുന്നതിന് മുമ്പ് ഡെയ്ഗോ തന്റെ ശരീരത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കുകയും ഉടൻ തന്നെ ഒരു വാൾ കൊണ്ട് സ്വയം കുത്തുകയും ചെയ്തു. താൻ മരിച്ചാൽ അസുരനും മരിക്കുമെന്നതിനാൽ തന്നെ കൊല്ലാൻ ഡെയ്ഗോ ഹാക്കിമാരുവിനോട് ആവശ്യപ്പെട്ടു. അസുരൻ കുതിരപ്പുറത്തുനിന്ന് ചാടി ഹാക്കിമാരുവിനെ ആക്രമിക്കാൻ മുതിർന്നു. എന്നാൽ ഹാക്കിമാരു തന്റെ പ്രതികാര വാൾ കൊണ്ട് അതിനെ വെട്ടിവീഴ്ത്തി. മരണാസന്നനായ അവസ്ഥയിൽ ഡെയ്ഗോ സംസാരിക്കാൻ തുടങ്ങി. തന്റെ അധികാരം ഏറ്റെടുക്കാൻ തഹോമോരുവിനോട് ആവശ്യപ്പെട്ടു. തന്റെ അവസാനാഗ്രഹങ്ങൾ പറഞ്ഞ ശേഷം ഡെയ്ഗോ അവരിൽ നിന്ന് നടന്നു നീങ്ങുകയും തന്റെ ഉള്ളിലെ ഡീമനൊപ്പം പൊട്ടിത്തെറിച്ചില്ലാതാവുകയും ചെയ്തു. അതേസമയം ഹാക്കിമാരുവിന് അവന്റെ ഹൃദയം തിരികെ ലഭിച്ചു. ആ ഡീമനായിരുന്നു അവന്റെ ഹൃദയം കൈവശം വെച്ചിരുന്നത്. ആ നിമിഷത്തിൽ സൈനികർ അവിടെ എത്തുകയും ഹാക്കിമാരുവിന് നേരെ അമ്പുകൾ തൊടുക്കാൻ ഒരുങ്ങുകയും ചെയ്തു. പക്ഷേ ആയുധങ്ങൾ താഴെ വെക്കാനായിരുന്നു തഹോമോരു അവരോട് പറഞ്ഞത്. ആ സംഭവത്തിനു ശേഷം ഹാക്കിമാരുവും തഹോമോരുവും കൊട്ടാരത്തിലേക്ക് മടങ്ങി. അവിടെ വെച്ച് താൻ ഇനിയും ഒരു നേതാവാകാൻ പ്രാപ്തനായിട്ടില്ല എന്ന് തോന്നിയ തഹോമോരു അധികാരത്തിലേറാൻ ഹാക്കിമാരുവിനോട് പറഞ്ഞു. എന്നാൽ തന്റെ ശരീരഭാഗങ്ങളെല്ലാം തിരികെ ലഭിക്കാൻ ഇനിയും 24 അസുരന്മാരെ കൂടി കൊല്ലേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ഹാക്കിമാരു അത് നിരസിച്ചു. എന്നിരുന്നാലും തഹോമോരു തന്റെ ജ്യേഷ്ഠനായി കാത്തിരിക്കാനായിരുന്നു ആഗ്രഹിച്ചത്. സഹോദരൻ തിരികെ എത്തുന്നവരെ ഡെയ്ഗോയുടെ അധികാരം താൻ നിയന്ത്രിക്കാം എന്നവൻ പറഞ്ഞു. മറുവശത്ത് ഹാക്കിമാരു അധികാരം ഏറ്റെടുത്ത് രാജാവാകും എന്ന് ചിന്തിച്ച് ഡൊറോറോ കൊട്ടാരം വിട്ടുപോകാൻ നിൽക്കുകയായിരുന്നു. നടന്ന ഡൊറോറോ അതിർത്തിയിലെത്തുമ്പോ ഹാക്കിമാരു അവൾക്കായി കാത്തിരിക്കുന്നത് ഡൊറോറോ കണ്ടു. അതവളെ ആനന്ദ കണ്ണീരിലാഴ്ത്തി. കാരണം ഹാക്കിമാരു അപ്പോഴും അവളോടൊപ്പം ഡീമൻസിനെ വേട്ടയാടാനുള്ള സാഹസിക യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അവൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതവളെ ഏറെ സന്തോഷപ്പെടുത്തി. ഇരുവരും ആദ്യമായി സമുദ്രത്തിന് നേരെ നടന്നു നീങ്ങി. അടുത്ത ഡീമനെയും നോക്കിക്കൊണ്ട് ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.